എല്ലാവർക്കും നെറ്റ്ബീൻസ് ഉപയോഗിച്ച് ബിൽഡിംഗ് GUIS സജീവമാക്കുന്ന ഈ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നെറ്റ്ബീൻസ് അതിന്റെ ഏറ്റവും ആകർഷകമായ സവിശേഷതകൾ അതിന്റെ GUI ബിൽഡറിൽ കാണുന്നു. നെറ്റ്ബീൻസ് GUI നിർമ്മിക്കുന്നതിനുള്ള എന്ത് നൽകുന്നു? ഒരു What you see is what you get GUI എന്നത് ലഭിക്കും. കൂടാതെ കമ്പോണന്റുകൾ ഡ്രാഗ് ചെയ്യുവാനും ഡ്രോപ്പ് ചെയ്യുവാനും ലേഔട്ട് സൃഷ്ടിക്കുവാൻ ഒരു എളുപ്പമുള്ള ഇന്റർഫേസ് എന്നിവ നൽകുന്നു. പാലറ്റ് ഘടകം, പ്രീ-ഇൻസ്റ്റാൾ AWT, സ്വിംഗ് ഘടകങ്ങൾ എന്നിവ വരുന്നു. നാം ഒരു പൂർണ്ണമായ GUI ആപ്ലിക്കേഷൻ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കുവാൻ ഈ ശക്തമായ വിഷ്വൽ എഡിറ്റർ ഉപയോഗിക്കുന്നതാണ്. ഈ പ്രകടനം ഒരു സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യും. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു പതിപ്പ് 11.04, നെറ്റ്ബീൻസ് IDE പതിപ്പ് 7.1.1 ആണ്. ഇൻസ്റ്റലേഷൻ ആവശ്യങ്ങളിലൂടെയും കൂടുതൽ വിവരങ്ങൾക്ക് മുൻ ട്യൂട്ടോറിയലുകൾ കാണുക. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഫോം എഡിറ്ററിന്റെ ഉപയോഗം, സോഴ്സ് എഡിറ്റർ, പാലറ്റ്, ഇൻസ്പെക്ടർ, പ്രോപ്പർട്ടീസ് എന്നതിന്റെ സവിശേഷതകൾ, ഇവന്റ് ഹാൻഡ്ലേഴ്സിനെ ചേർക്കുക, കൂടാതെ ആപ്ലിക്കേഷൻ സമാഹരിച്ച് റൺ ചെയ്യുക. ഒരു ലഘുവായ ബിൽഡും അക്കൌണ്ട് ബാലൻസ് ആപ്ലിക്കേഷനും ഈ ട്യൂട്ടോറിയലിൽ ചെയ്യുന്നതാണ്. ഈ ആപ്ലിക്കേഷന് ഞങ്ങൾ ഇൻപുട്ട് തുക ക്രെഡിറ്റ് ചെയ്ത് അക്കൌണ്ടിലേക്ക് ഇടുന്നു. തുക അക്കൌണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുക. അവസാനം ബാലൻസ് കണക്കാക്കുന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുവാൻ ഒരു ചിത്രം ചേർത്ത് കൂടുതൽ ആകർഷകമാക്കുന്നു. എളുപ്പത്തിൽ ഒരു ദ്രുത നാവിഗേഷൻ മുകളിൽ മെനു ബാറിൽ ചെയ്യുക. ഇപ്പോൾ നെറ്റ്ബീൻസിലേക്ക് പോകാം. ഒരു പുതിയ പ്രോജക്റ്റ് സൃഷ്ടിച്ച് ആരംഭിക്കുക. ഫയൽ മെനുവിൽ പോയി ന്യൂ പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുക. ജാവ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് പറയുക. നിങ്ങളുടെ പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കുക. ഞാൻ അക്കൌണ്ട് ബാലൻസ് എന്നത് പ്രോജക്റ്റിന്റെ പേരായി കൊടുക്കുന്നു. ഒരു മെയിൻ ക്ലാസ് സൃഷ്ടിക്കൽ എന്നാൽ മെയിൻ പ്രോജക്റ്റ് സജ്ജമാക്കുക. ഫിനിഷ് പറയുക. അത് നിങ്ങളുടെ IDE ഒരു പുതിയ പ്രോജക്റ്റ് സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ഫയലിലെ ഫയൽ മെനു എന്നതിലെ ന്യൂ ഫയൽ തിരഞ്ഞെടുക്കുക. കാറ്റഗറീസിലെ സ്വിംഗ് GUI ഫോംസ് തിരഞ്ഞെടുക്കുക. ഫയൽ ടൈപ്പിലെ JFrame ഫോമും. നെക്സ്റ്റ് പറയുക. അതുപോലെ ഇതിന് അക്കൌണ്ട് ബാലൻസ് എന്ന് വിളിക്കുവാൻ പോകുന്നു. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും പേര് നൽകാവുന്നതാണ്. നിങ്ങൾ ഫിനിഷ് പറയുന്നു. അത് പ്രധാന ഡിസൈൻ പ്രദേശത്ത് എത്തുവാൻ. GUI ബിൽഡർ പരിചയപ്പെടുക. വലതുഭാഗത്തുള്ളത് പാലറ്റ് ആണ്. ഇവിടെ പ്രീ-ഇൻസ്റ്റാൾ ഘടകങ്ങളായ സ്വിംഗും AWTയും അടങ്ങിയിരിക്കുന്നു. ഇവിടെ പാലറ്റിനു താഴെ പ്രോപ്പർട്ടീസ് വിൻഡോ ഉണ്ട്. ഇത് നിങ്ങൾ അവ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഘടകങ്ങളുടെ പ്രോപ്പർട്ടികൾ കാണിക്കുന്നു. ഇടതുഭാഗത്തായി ഇവിടെ നാവിഗേറ്റർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ആണ്. ഇത് ഫ്രെയിം എന്ന് ചേർത്തിട്ടുള്ള ഘടകങ്ങൾ കാണിക്കുന്നു. ഇവിടെ വർക്ക്സ്പേസിൽ ഡിസൈൻ മോഡിൽ. മുകളിൽ ഇവിടെ സോഴ്സ് ബട്ടൺ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സോഴ്സ് കോഡ് എടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ രൂപകൽപ്പനയിൽ ഘടകങ്ങൾ ചേർക്കുന്നതുപോലെ തത്തുല്യമായ സോഴ്സ് കോഡ് എടുത്ത് ഇവിടെ സോഴ്സ് ചേർക്കുക. ഡിസൈൻ മോഡിലേക്ക് തിരികെ പോയി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഘടകം ആണ് എന്ന് നോക്കാം. നാം പാലറ്റിൽ നിന്നുള്ള ഘടകങ്ങൾ ചിലത് ഉപയോഗിക്കുന്നു. അതായത് ബട്ടൺസ്, ലേബൽസ്, പാനൽസ്, ടാബ്ഡ് പെയിൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ സൃഷ്ടിക്കുന്നു. പാലറ്റിലെ സ്വിംഗ് കണ്ടെയ്നേഴ്സിലെ ടാബ്ഡ് പെയിൻ തിരഞ്ഞെടുക്കുക. ടാബ്ഡ് പെയിൻ തിരഞ്ഞെടുക്കുക. ഫോം ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ടാബ്ഡ് ഫ്രെയിം നൽകണം. നിങ്ങളുടെ മൗസ് ഉപയോഗിച്ച് അതിന്റെ വലിപ്പം കൂട്ടുവാനോ കുറയ്ക്കുവാനോ സഹായിക്കും. ഇപ്പോൾ പാലറ്റിൽ പോയി ഒരു പാനൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഫ്രെയിം വീണ്ടും ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്കായി ഒരു ടാബ് നൽകുന്നു. തിരികെ പോയി മറ്റൊരു പാനൽ തിരഞ്ഞെടുക്കുക. വീണ്ടും ഫോം ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് പൂർണ്ണമായി 2 ടാബുകൾ നൽകുന്നു. ഇപ്പോൾ ടാബിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് റീനെയിം ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യ ടാബ് ഇമേജ് ആയി വിളിക്കുകയും രണ്ടാമത്തെ ടാബ് ബാലൻസ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ പാലറ്റിലേക്ക് പോകുകയും സ്വിംഗ് കൺട്രോൾസ് മെനുവിൽ നിന്നും ലേബൽ ചേർക്കുന്നു. സ്വിംഗ് കൺട്രോൾസ് എന്നതിൽ നിന്ന് ലേബൽ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഫോം ഇവിടെ ചേർക്കുക. ആപ്ലിക്കേഷൻ എന്നതിന് 6 ലേബലുകൾ ആവശ്യമായി വരും. ഞാൻ ഇപ്പോൾ 6 ലേബലുകളും എന്റെ ഫോമിലേക്ക് ചേർത്തു.
നിങ്ങൾ അവ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവയ്ക്ക് സ്ഥാനങ്ങൾ കൊടുക്കുകയും ഏകീകരിക്കുകയും ചെയ്യാം. കൂടാതെ മൗസ് ഉപയോഗിച്ച് അവ പുനഃസ്ഥാപിക്കുകയോ വീണ്ടും ക്രമീകരിക്കുകയോ ചെയ്യുക. ഇപ്പോൾ ലേബലിൽ ടെക്സ്റ്റ് മാറ്റുക. നിങ്ങൾക്ക് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ലേബലുകൾക്ക് റീനെയിം ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യത്തേത് ഇനീഷ്യൽ എമൗണ്ട് എന്ന് വിളിക്കും. രണ്ടാമത്തെ ലേബൽ ക്രെഡിറ്റ് എമൗണ്ട്. മൂന്നാമത്തേത് ഡെബിറ്റ് എമൗണ്ട്. നാലാമത്തേതായി ബാലൻസ്. തുടക്കത്തിൽ നമ്മൾ ഇനീഷ്യൽ എമൗണ്ട് 5000 രൂപയാക്കി മാറ്റും. ബാലൻസ് കണക്കുകൂട്ടിയാൽ ഈ ലേബലിലേക്ക് നമുക്ക് അത് നൽകാം. എന്നാൽ ഇപ്പോൾ നാം അതിനെ സ്റ്റാർ ആക്കി നിർത്തുന്നു. ഇപ്പോൾ പാലറ്റിൽ പോയി ഒരു ടെക്സ്റ്റ് ഫീൽഡ് തിരഞ്ഞെടുക്കുക. ക്രെഡിറ്റ് എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ട് എന്നത് ടെക്സ്റ്റ് ഫീൽഡ് ആയി നൽകാം. ടെക്സ്റ്റ് ഫീൽഡിൽ സ്ഥലങ്ങൾ ശൂന്യമാക്കണം. എഡിറ്റ് ചെയ്ത് ഇവിടെ നിലവിലുള്ള പാഠം നീക്കം ചെയ്യുക. മൗസ് ഉപയോഗിച്ച് നമുക്ക് റീസൈസ് ചെയ്യാം. ഒരിക്കൽ നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ പാലറ്റിലേക്ക് പോയി ഒരു ബട്ടൺ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ഫ്രെയിം താഴെയുള്ള ബട്ടൺ ചേർക്കുക. കൂടാതെ നിങ്ങൾക്ക് ലേബൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിന് ഗെറ്റ് ബാലൻസ് എന്ന പേര് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ GUI. ഇപ്പോൾ ഇമേജ് ടാബിലേക്ക് പോയി ഒരു ഇമേജ് ചേർക്കുക. അങ്ങനെ ചെയ്യാൻ നമുക്ക് പാലറ്റിലേക്ക് തിരിച്ചു പോകാം. ലേബൽ തിരഞ്ഞെടുത്ത് പാനലിൽ ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ പാലറ്റുകൾക്ക് താഴെയുള്ള പ്രോപ്പർട്ടീസ് എന്ന വിൻഡോയിൽ നിന്നും ഐക്കൺ കണ്ടുപിടിക്കുക. വലതുവശത്ത് ഇവിടെ 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കൺ പ്രോപ്പർട്ടീസ് എന്ന വിൻഡോ തുറക്കുന്നു. ഇവിടെ എക്സ്റ്റേണൽ ഇമേജ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വലതുവശത്ത് 3 ഡോട്ടുകളിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ട ഇമേജിനായി നോക്കുക. ഞാൻ ഇവിടെ ചിത്രം തിരഞ്ഞെടുത്തു. ഓകെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് മൗസ് ഉപയോഗിച്ച് സ്ഥാനം വീണ്ടും ക്രമീകരിക്കാം. ഇവിടെ ലേബലിൽ ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് നീക്കം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇമേജ് ചേർത്തു. ഇനി നമുക്ക് നമ്മുടെ GUI-യിലേക്ക് ഒരു മെനു ചേർക്കാം. പാലറ്റിൽ പോയി സിൻ മെനുസ് എന്നതിന് കീഴിൽ മെനു ബാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മെനു ബാർ തിരഞ്ഞെടുക്കുക. പാനലിന്റെ മുകളിലായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്വതവേ ഇതിനകം 2 മെനു ലേബലുകൾ ഉണ്ട്: ഫയൽ, എഡിറ്റ് എന്നിവ. എഡിറ്റ് ടെക്സ്റ്റ് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഹെൽപ്പ് എന്ന് പേര് കൊടുക്കുക. നിങ്ങൾക്ക് ഫയൽ എന്നതിന് കീഴിൽ ഒരു സബ് മെനു ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ നാവിഗേറ്റർ, ഇടതുവശത്ത് JMenu1 റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് ഫ്രോം പാലറ്റ് തിരഞ്ഞെടുത്ത് മെനു ഐറ്റം തിരഞ്ഞെടുക്കുക. അതായത് ഒരു മെനു ഐറ്റം ചേർക്കണം. താങ്കൾക്ക് അതിന്റെ പേര് എക്സിറ്റ് ആയി മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഫയൽ മെനുവിൽ നാം ഒരു സബ് മെനു ചേർത്തിട്ടുണ്ട്. മെനു ഐറ്റം റീനെയിം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ GUI കൂടുതലോ കുറവോ ഉള്ളത് പൂർത്തിയാക്കി. നമുക്കിപ്പോൾ പ്രിവ്യൂ നോക്കാം. മുകളിലുള്ള പ്രിവ്യൂ ഡിസൈൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ഇതുവരെ ചെയ്തതിന്റെ ഒരു പ്രിവ്യൂ കാണിക്കുന്നു. ഇവിടെ ബട്ടണുകൾ പ്രവർത്തിക്കില്ല. എന്നാൽ നിങ്ങൾ കോഡ് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പ്രവർത്തിപ്പിക്കാവുന്നതാണ്. നമുക്ക് പ്രിവ്യൂ അവസാനിപ്പിക്കാം. ഇനി കോഡ് ചേർക്കുന്നതിനു മുൻപ് ടെക്സ്റ്റ് ഫീൽഡ്സ് എന്നതിന്റെ ശരിയായ വേരിയബിളിന് പേരുകൾ നൽകാം. ബാലൻസ് ടാബിലേക്ക് പോകുക. നമുക്ക് ഇവിടെ ഈ ടെക്സ്റ്റ് ഫീൽഡുകളിൽ ശരിയായ വേരിയബിളിന്റെ പേരുകൾ നൽകാം. ഇൻസ്പെക്ടർ എന്നതിൽ JTextField1ലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് വേരിയബിൾ നെയിം തിരഞ്ഞെടുക്കുക. നമുക്ക് വേരിയബിളിന്റെ പേര് ക്രെഡിറ്റ് എമൗണ്ട് എന്നാക്കി മാറ്റാം. ഓകെ ക്ലിക്ക് ചെയ്യുക.
ഡിസൈൻ മോഡിൽ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ഫീൽഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ചേഞ്ച് വേരിയബിൾ നെയിം തിരഞ്ഞെടുക്കുക. കൂടാതെ ഡെബിറ്റ് എമൗണ്ട് എന്നതിലേക്ക് വേരിയബിളിന്റെ പേര് മാറ്റുക. ഓകെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അവസാനത്തെ ലേബൽ വിളിക്കുവാൻ പോകുന്നു നക്ഷത്രങ്ങളും ചിഹ്നങ്ങളും ഉള്ള ടെക്സ്റ്റ് ഫീൽഡ് ലേബൽ, അതായത് റിസൾട്ട് ബാലൻസ്. ചേഞ്ച് വേരിയബിൾ നെയിം എന്ന ഓപ്ഷൻ വീണ്ടും തിരഞ്ഞെടുത്ത് വേരിയബിൾ റിസൾട്ട് ബാലൻസ് ആയി മാറ്റുക. ഓകെ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുന്നതിന് കോഡ് ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് എന്റെ സാമ്പിൾ കോഡ്. ഇവിടെ എനിക്ക് വേണ്ടത് ക്രെഡിറ്റ് എമൗണ്ട് എന്നതിൽ നിന്ന് ഗെറ്റ് ടെക്സ്റ്റ്, ഡെബിറ്റ് എമൗണ്ട് എന്നതിൽ നിന്ന് ഗെറ്റ് ടെക്സ്റ്റ്. ബാക്കി കണക്ക് കൂട്ടുകയും അന്തിമഫലമായി റിസൾട്ട് ബാലൻസ് എന്നത് സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. നമുക്ക് ഇവിടെ കോഡ് കോപ്പി ചെയ്യാം. IDE എന്നതിലേക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ ഗെറ്റ് ബാലൻസ് ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവന്റ്സ് എന്നതിലെ ആക്ഷൻ, പെർഫോംഡ് എന്നീ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. ഇത് കോഡിന്റെ വിഭാഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ബട്ടണിൽ അമർത്തുവാനുള്ള പ്രവർത്തനത്തിനുള്ള കോഡുകൾ നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഈ കോഡ് സേവ് ചെയ്ത് ഡിസൈൻ മോഡിലേക്ക് തിരികെ വരാം. ഇപ്പോൾ ആപ്ലിക്കേഷനിൽ നിന്നും പുറത്തുകടക്കാൻ കോഡിൽ ചേർക്കാം. മെനു ഐറ്റം എന്നതിലെ എക്സിറ്റ് എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവന്റ്സിലെ ആക്ഷൻ പെർഫോംഡ് എന്നത് തിരഞ്ഞെടുക്കുക. ഇത് സോഴ്സ് മോഡിലേക്ക് മാറുന്നു. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്ന് വിജയകരമായി പുറത്തുകടക്കുവാൻ കോഡ് എഴുതണം. അതായത് system.exit_1 എന്നത് ആയിരിക്കും. ഇപ്പോൾ കോഡ് സേവ് ചെയ്യുക. ഡിസൈൻ മോഡിലേക്ക് തിരിച്ചു പോകുക. എക്സിറ്റ് മെനു ഇനത്തിൽ ഒരു ഷോർട്ട്കട്ട് കൂടി ചേർക്കാം. ഇവിടെ തുറക്കുന്ന വിൻഡോയിൽ ഷോർട്ട്കട്ട് ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കീസ്ട്രോക്ക് Q പിന്നെ കൺട്രോൾ എന്നിവ നൽകി ഓകെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്നും പുറത്തുകടക്കുവാൻ കൺട്രോൾ Q കീബോർഡിൽ കുറുക്കുവഴിക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആപ്ലിക്കേഷൻ പൂർത്തിയായി. നിങ്ങളുടെ കീബോർഡിൽ F6 അമർത്തി ഇപ്പോൾ റൺ ചെയ്യാവുന്നതാണ്. മെയിൻ ക്ലാസ് ഇതിനകം റൺ ചെയ്തിട്ടുണ്ട്. ഓകെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതാ നമ്മുടെ GUI. ഇപ്പോൾ ഒരു പരിശോധന നടത്തുക. ബാലൻസ് ടാബിലേക്ക് പോകുക. ക്രെഡിറ്റ് എമൗണ്ട് 300, ഡെബിറ്റ് എമൗണ്ട് 200 എന്നിട്ട് പറയുക ഗെറ്റ് ബാലൻസ്. അത് ബാലൻസിൽ നമുക്ക് ശരിയായ തുക നൽകുന്നു. നമുക്കിപ്പോൾ ആപ്ലിക്കേഷനിൽ നിന്നും പുറത്തുകടക്കാം. ഫയൽ മെനുവിൽ പോയി എക്സിറ്റ് ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ കൺട്രോൾ Q എന്നിവ അമർത്തി ആപ്ലിക്കേഷൻ ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞേക്കും. ഇപ്പോൾ ആപ്ലിക്കേഷൻ പൂർത്തിയായി. അസൈൻമെന്റിന്റെ സമയമാണ്. ടെമ്പറേച്ചർ കൺവേർട്ടർ ആപ്ലിക്കേഷൻ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മുമ്പത്തെ പോലെ 2 ടാബുകൾ ഉണ്ടായിരിക്കണം. ഒന്ന് സെൽഷ്യസിൽ നിന്നും ഫാരൻഹൈറ്റിലേക്കും ഫാരൻഹൈറ്റിൽ നിന്നും സെൽഷ്യസിലേക്കും പരിവർത്തനം ചെയ്യാൻ. അത് ഒരു ഇൻപുട്ട് താപനില എടുക്കണം. മാറ്റിയ താപനില പ്രദർശിപ്പിക്കുക. ഫയൽ, ഹെൽപ്പ് എന്നീ ഓപ്ഷനുകൾ കാണിക്കുന്ന മുകളിലുള്ള മെനു ബാറും ഉണ്ടായിരിക്കണം. കൂടാതെ ഫയൽ മെനുവിന് കീഴിൽ പുറത്തുകടക്കുവാൻ ഒരു കീബോർഡ് ഷോർട്ട്കട്ടിനായി എക്സിറ്റ് ഇനം ഉണ്ടാകും. ഞാൻ ഇതിനകം അസൈൻമെന്റ് പൂർത്തിയാക്കി. ഇത് എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്റെ അസൈൻമെന്റ് റൺ ചെയ്യുമ്പോൾ GUI ഇങ്ങനെയാണ്. ഇപ്പോൾ ഇൻപുട്ട് താപനില നമുക്ക് -40 സെൽഷ്യസ് എന്നാക്കി നൽകാം. ഗെറ്റ് ഫാരൻഹൈറ്റ് എന്ന പേരിൽ ക്ലിക്ക് ചെയ്യുക. പ്രയോഗത്തിൽ ശരിയായ പ്രവർത്തനം ചെയ്ത് ഔട്ട്പുട്ട് താപനില നൽകണം. ഇപ്പോൾ എക്സിറ്റ്, കൺട്രോൾ X എന്നീ ഷോർട്ട്കട്ട് കീകൾ ഉപയോഗിക്കാം. അതുകൊണ്ട് കീബോർഡിൽ ഷോർട്ട്കട്ട് വിജയകരമായി ചെയ്ത് ആപ്ലിക്കേഷനിൽ നിന്നും പുറത്തുകടന്നിരിക്കുന്നു. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഇമെയിലിൽ ബന്ധപ്പെടുക.
സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ പദ്ധതിയുടെ ഭാഗമാണ്. ഇത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി, എംഎച്ച്ആർഡി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ spoken-tutorial.org/nmeict-intro എന്നതിൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സംഭാവന ചെയ്തത് സരിൻ ബാബു. പങ്കെടുത്തതിന് നന്ദി. വിജി നായർ.